ഇങ്ങനെ നമ്മൾ സിംഗപ്പൂരിൻ്റെ ലാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം, അതായത് ഹോങ്കോങ്, മക്കാവ്, റോയൽ കരീബിയൻ ക്രൂസ് ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഏറ്റവും അവസാനത്തെ ഡെസ്റ്റിനേഷനായ സിംഗപ്പൂർ ലാൻഡിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ വളരെ മനോഹരമായ കാഴ്ചകളും മറ്റുമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഈ സ്ഥലങ്ങളും മറ്റും കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ഡെവലപ്ഡാണ് സിംഗപ്പൂർ. വഴിയും പാതകളും എല്ലാം വളരെ വൃത്തിയായി തന്നെ അവർ ശുശ്രൂഷിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു കൗതുകം എന്ന് പറഞ്ഞാൽ ഇവിടെ അധികവും തമിഴ് ആൾക്കാരാണുള്ളത്. നമ്മൾ ഇവിടുത്തെ ഹോട്ടലിലേക്കാണ് നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്നത്. ഫുറാമ റിവർ ഫ്രണ്ട് എന്ന് പറഞ്ഞുള്ള ഒരു ഹോട്ടലാണ്. 4 സ്റ്റാർ കാറ്റഗറിയിൽ വരുന്ന ഹോട്ടലാണ്. ന്യൂ ഇയർ കഴിഞ്ഞ പിറ്റേ ദിവസം ആയതിനെ കൊണ്ട് തന്നെ ഇവിടെ എല്ലാം വളരെ നല്ല തിരക്കും മറ്റുമാണ്. എങ്കിലും വളരെ നല്ലൊരു ഹോട്ടലും കാര്യങ്ങളും എല്ലാം ആണ് ഇവിടെ. നിങ്ങൾക്ക് കാണാം, ന്യൂ ഇയറിൻ്റെ ഒരു സെലിബ്രേഷൻ്റെ ബാക്കിയായിട്ട് അവിടെ പലതും നിൽക്കുന്നു. അതിൻ്റെ ഒരു ബാക്കിയുള്ള ഒരു കണ്ടിന്യൂഷൻ എന്ന രീതിയിൽ തന്നെയാണ്. ഇന്നിപ്പോൾ 2-ാം തീയതി ആയിട്ടേ ഉള്ളൂ, ജാനുവരി 2. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ പല ഡെക്കറേഷനും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. ഇതിപ്പോൾ കാണുന്നത് നമ്മളൊരു ഇവിടെ കാണുന്ന പോലത്തെ ഒരു സംഭവം തന്നെയാണ്. അതായത് പൈസ ഇടുക, അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് സാധനം വേണ്ടത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഞാൻ താമസിക്കുന്ന റൂമിലേക്കാണ്. അത്യാവശ്യം നല്ല റൂമാണ്, ഒരാൾക്ക് നിൽക്കാവുന്ന രീതിയിലുള്ള നല്ല റൂമും കാര്യങ്ങളും അത്യാവശ്യം വൃത്തിയും ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് സ്കൈ ടവറിലേക്കാണ്. ആ പോകുന്ന പാതയാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും എല്ലാമുള്ള ഒരു സ്ഥലം തന്നെയാണ് സിംഗപ്പൂർ. ഇപ്പോൾ നമ്മൾ കയറുന്നത് ഈ സ്കൈ ടവറിൻ്റെ ഉള്ളിലേക്കാണ്. ഈ ടവർ സ്ഥിതി ചെയ്യുന്നത് ഒരു മാളിൻ്റെ മുകളിലാണ്. അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞാൽ വേണമെങ്കിൽ മാളിലൂടെ കുറച്ച് നേരം കറങ്ങി നടക്കാനും മറ്റും കഴിയും. അത് പോരാഞ്ഞ് ഈ സ്കൈ ടവർ നിൽക്കുന്ന ഹോട്ടൽ ഒരു ആൾക്കാർക്ക് വന്ന് താമസിക്കാനെല്ലാം പറ്റാവുന്ന ഒരു ഹോട്ടലും കൂടിയാണ്. അപ്പോൾ ആൾക്കാർക്ക് വരാം, ഇവിടെ നിന്നിട്ട് ആൾക്കാർക്ക് സ്കൈ ടവറിൽ പോയിട്ട് കാണേണ്ടവർ കാണാം. അങ്ങനത്തെ ഒരു ഫെസിലിറ്റിയും കൂടി ഇവിടെ ഈ സ്കൈ ടവറിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ എത്തിയിരിക്കുന്ന സ്കൈ ഡെക്ക്. ഈ സ്കൈ ഡെക്കിൽ നിന്ന് ശരിക്കും മനോഹരമായിട്ട് സിംഗപ്പൂരിൻ്റെ ബിൽഡിങ്ങും മറ്റും നമുക്ക് ശരിക്കും കാണാം. വളരെ വിശാലമായ ഡെവലപ്മെൻറ്റും കാര്യങ്ങളും എല്ലാം കൂടി നിൽക്കുന്ന സിംഗപ്പൂരിൻ്റെ മഹത്തരമായൊരു കാഴ്ച. തിങ്ങി നിൽക്കുന്ന വനാന്തരമാണെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്ന മനുഷ്യൻ പണിത് തീർത്ത ഫ്ലാറ്റുകളും മറ്റുമാണ്. മനോഹരമായൊരു കാഴ്ചയിലേക്കാണ് സ്കൈ ഡെക്കിലൂടെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്. കണ്ടിന്യൂഷനാണ്. ദൂരെ കപ്പലുകളും മറ്റുമെല്ലാം, മത്സ്യത്തിനും മറ്റേനുമെല്ലാം പോകുന്ന കപ്പലുകൾ അതൊക്കെ കാണാം. യന്ത്ര ഊഞ്ഞാലുകളും മറ്റുമെല്ലാം. ഇതൊക്കെയാണ് ഈ സ്കൈ ഡെക്കിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള സിംഗപ്പൂരിൻ്റെ ഒരു മൊത്തമായൊരു കാഴ്ച. അത് നമുക്ക് കിട്ടാനാണ് ശരിക്കും ഈ സ്കൈ ഡെക്കിൻ്റെ മുകളിൽ വന്നിരിക്കുന്നത്. ആൾക്കാരെല്ലാം ഉല്ലസിക്കാനും ഒക്കെയായി ഇതിവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കുന്നു. വളരെ ഒരു രസകരമായൊരു സമയം. കുട്ടികൾക്കും എല്ലാവർക്കും മുതിർന്നവർക്കുമൊക്കെ. ഞാനും ഇവിടെ നിന്ന് 2-3 ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. ഇതാണ് ഞാൻ പറഞ്ഞ കപ്പലും മറ്റും എല്ലാം ഉള്ള ഒരു സ്ഥലം. ഇവിടേക്കാണ് ഇന്ന് വൈകുന്നേരം നമ്മൾ പോകുന്നത്. ഗാർഡൻ ബൈ ദ ബേ എന്ന് പറയും. അതായത് നമ്മുടെ കടലിനടുത്തുള്ളൊരു ഗാർഡൻ. വളരെ മനോഹരമായിട്ടും ആൾക്കാരെ ആകർഷിക്കുന്ന രീതിയിലുമായിട്ട് സിംഗപ്പൂരിൻ്റെ ഒരു മുഖച്ഛായ പോലെ തന്നെയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. നിറയെ കപ്പലുകളും മറ്റും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു കാഴ്ചയാണത്. തിരിച്ച് ഞാൻ സ്കൈ ഡെക്കിൻ്റെ താഴേക്ക് ഉള്ള ക്യൂവിൽ നിൽക്കുകയാണ്. ഇവിടുന്ന് ലിഫ്റ്റ് വഴി നമ്മൾ മുകളിലേക്ക് വന്ന പോലെ തന്നെ താഴേക്ക് പോകുന്നു. ഇതാണ് ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ച. അതിവിടെ വീഡിയോ ആയിട്ട് പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. സ്കൈ പാർക്ക് ഒബ്സർവേഷൻ ഡെക്ക് എന്നാണ് ഇതിൻ്റെ
പേര്. ഈ കാണുന്ന ടവർ 3ൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ആ മാളിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്, അഥവാ ഹോട്ടലിൻ്റെ ലോബീൻ്റെ അവിടേക്ക് കയറുന്നത്. ഇതൊരു വലിയൊരു ഹോട്ടലും കൂടിയാണ്. ആ ഹോട്ടലിൻ്റെ ലോബീൻ്റെ ഭാഗമാണത്. അവിടെ ഒരു മാള്, ചെറിയൊരു മാൾ, അതിൻ്റെ ഒരു ഓപ്പണിംഗ് കൂടിയാണ് അവിടെ. ആൾക്കാരെല്ലാം വളരെ ഉല്ലാസത്തോടു കൂടി അവിടെ നടക്കുന്നതും മറ്റും കാണാം. ആൾക്കാർക്ക് കുടിക്കാനുള്ള കോഫി ഷോപ്സും മറ്റും എല്ലാം ഉണ്ട് അവിടെ. ഇനി വേറെ എന്തെങ്കിലും പർച്ചേസിങ് കാര്യങ്ങളുണ്ടെങ്കിൽ അതിനുള്ള ഏരിയാസ് ഉണ്ട്. കാസിനോസ് പോലുള്ള ഏരിയാസും ഉണ്ട് അവിടെ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരാളുടെ കയ്യിൽ നല്ലൊരു പൈസയുണ്ടെങ്കിൽ അയാൾക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും സിംഗപ്പൂർ ഒരുക്കി വെച്ചിട്ടുണ്ട്. സിംഗപ്പൂരിനായിട്ട് ഒരു പ്രൊഡക്ഷനും കാര്യങ്ങളും ഒന്നുമില്ല അവരവിടെ. അവർക്ക് മെയിൻ വരുമാനം ടൂറിസമാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്തിനും എക്സ്പെൻസീവുമാണ്. ഈവൻ ഒരു $100 കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് ഒരു 122 123 എങ്ങാനും ആയിരിക്കാം സിംഗപ്പൂർ ഡോളേഴ്സ്. ഞാനൊന്ന് കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയതും ഏകദേശം അത്രയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അത്രയും ഉണ്ട് അവിടുത്തെ ഡോളറിൻ്റെ വാല്യൂ. $100 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ മണിയായിട്ട് ഏകദേശം 8700-8800 രൂപയോളം വരും എന്ന് ആലോചിക്കാം. ഇതെല്ലാമാണ് ഇവിടുത്തെ മാളിലെ ഒരു കാഴ്ച. വളരെ നന്നായി ഡെക്കറേറ്റൊക്കെ ചെയ്ത് വെച്ച് ഒരുക്കി വെച്ച് ന്യൂ ഇയർ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന ഒരു സ്ഥലം. ജനങ്ങൾ നന്നായിട്ട് ഇവിടെ വരുന്നുണ്ട് ഉല്ലസിക്കാനൊക്കെയായി. അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി നമ്മളിനി അടുത്ത ഒരു ഡെസ്റ്റിനേഷനിലേക്കാണ് യാത്ര. ഗാർഡൻ ബൈ ദ ബേ എന്ന് പറഞ്ഞ് നമ്മൾ മുകളിൽ കണ്ടതിൻ്റെ അവിടേക്കാണ് പോകുന്നത്. ഇത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള മറ്റൊരു കാഴ്ചയാണ് ഈ പാലം. ഇതാണ് ബേ എന്ന് പറയുന്നത്. അതായത് ഒരു കടൽ, അല്ലെങ്കിൽ നമ്മൾ സമുദ്രമല്ല കടൽ എന്ന് പറയാം. അതിൻ്റെ അടുത്തുള്ള ഒരു ഗാർഡൻ. അവിടെ സ്റ്റാർബക്സും മറ്റും എല്ലാം ഉണ്ട്. ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാനും എല്ലാത്തിനും വേണ്ടിയുള്ള, കുട്ടികൾക്ക് ഉല്ലസിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. വളരെ മനോഹരമായിട്ടാണ് അവരിവിടെ എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നത്. ഏറ്റവും ഇതിൽ ഒരു ആകർഷണം എന്ന് പറഞ്ഞാൽ എവിടെയും ചപ്പും ചവറും കാണാതെ എല്ലാം വളരെ വൃത്തിയായി, നാട്ടുകാരും അതിന് സഹകരിച്ച് ഗവൺമെൻറ്റും അതിനു വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടുള്ള ഒരു സ്ഥലം. കാരണം സിംഗപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഒരു ടൂറിന് വേണ്ടി വരുന്നത്. അങ്ങനെയുള്ളൊരു സ്ഥലത്തെ ഇത്രയും വൃത്തിയോടുകൂടി സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷനും ഗവൺമെൻറ്റിനും എല്ലാവരും ശരിക്കും സമ്മതിക്കുന്നു. ഇതാണ് ഈ ഗാർഡൻ ബൈ ദ ബേൻ്റെ അടുത്തുള്ളൊരു സ്ട്രക്ചർ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ കയറുമ്പോൾ നമ്മൾ കാണുന്നത് പുറ്റിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്ന എറുമ്പുകളുടെ പോലൊരു സ്ട്രക്ചറാണ്. നല്ല രസമായിട്ട് തന്നെ അത് ഒരുക്കി വെച്ചിട്ടുണ്ട്. വേറെ പല സ്ഥലത്തും അതേപോലത്തെ പല കാഴ്ചകളും എല്ലാം ഉണ്ട്. ആൾക്കാർ പലരും അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു, സെൽഫി എടുക്കുന്നു. ഇപ്പോൾ ഈ കാണുന്നൊരു മുതലയുടെ സ്ട്രക്ചറാണ്. അങ്ങനെ നമ്മുടെ ഈ യാത്ര മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ടിക്കറ്റ് കൗണ്ടറാണ് ഈ ഗാർഡൻ ബൈ ദ ബേൻ്റെ ഉള്ളിലേക്ക് കയറാനായി. നമ്മൾ ടിക്കറ്റ് എടുത്തതിനെ കൊണ്ട് അവിടെ നിൽക്കണ്ട, നമ്മളെ കയ്യിൽ ടിക്കറ്റ് ഉണ്ട്. അപ്പം നമ്മൾ ഉള്ളോട്ട് കയറി. ഈ കാണുന്ന കാര്യമാണ് സ്കൈ ടവർ. ആ ഹോട്ടലാണത്. ആ ഹോട്ടലിൻ്റെ മുകളിൽ നിന്നുള്ള ആ സ്കൈ ഡെക്കിൽ പോയിട്ടാണ് നമ്മളിപ്പോൾ കാഴ്ചകളെല്ലാം കണ്ട് താഴേക്ക് ഇറങ്ങിയത്.
ശരിക്കും പറഞ്ഞാൽ സ്കൈ ടെക്കിൻ്റെ പിന്നിലാണ് ഗാർഡൻ ബൈ ദ ബേ. മുകളിൽ നിന്ന് നമ്മൾ അതിൻ്റെ ചെറിയൊരു ദൃശ്യം കണ്ടു. നമ്മൾ അതിൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആൾക്കാർക്ക് ഉല്ലസിക്കാനും നടക്കാനും ഒക്കെ ഉള്ളൊരു വലിയൊരു ഗാർഡനാണ് ഇവിടെ. പലരും വരുന്നു. അധികവും വിദേശീയരാണ്. സ്വദേശീയരും ഉണ്ട്, എങ്കിലും ഇവിടെ അധികം വരുന്നതും ആസ്വദിക്കാൻ വരുന്നതും എല്ലാവരും അധികം വിദേശീയരാണ്. ഞാനവിടെ പോയപ്പോഴും ഏറ്റവും അധികം കണ്ടതും വിദേശീയരാണ്. സൂപ്പർ ട്രീ ഗ്രോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുതന്നെയാണ് നമ്മൾ അവിടെ നിന്ന് മുകളിൽ നിന്നും കണ്ടത്. ഒരു മരത്തിൻ്റെ രീതിയിലുള്ളൊരു സ്ട്രക്ചർ നമ്മളവിടെ ഉണ്ടാക്കി വെച്ചത് കണ്ടല്ലോ. ഇവിടെ ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെ സെലിബ്രേഷൻ്റെ എല്ലാം ഇവിടെ നോക്കുമ്പോൾ കാണാം. അതിൻ്റെ ബാക്കിപത്രം പോലെ മാനിൻ്റെ എല്ലാം, അതായത് റെയിൻഡിയേഴ്സിൻ്റെ ഒക്കെ ഒരു രൂപം ഉണ്ടാക്കി വെച്ച് ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും ഒക്കെ സെലിബ്രേഷന് വേണ്ടി കഴിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച. ഈ കാണുന്ന മരമല്ല, ഇത് അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ആർട്ടിഫിഷ്യലാണ്. ഇതാണ് സിംഗപ്പൂരിൻ്റെ ഒരു കാഴ്ച. സിംഗപ്പൂരിൻ്റെ മുഖചിത്രമായിട്ട് അവർ വയ്ക്കുന്നൊരു കാഴ്ചയും ഇത് തന്നെയാണ്. അതിലൂടെ ഒരു പാലം നിങ്ങൾക്ക് കാണാം. അതിലൂടെ അങ്ങോട്ടും നടക്കാം. ഇതൊരു റൗണ്ടായിട്ടുള്ളൊരു പാലം. ആൾക്കാർ നടക്കുന്നതൊക്കെ കാണാം അതിലൂടെ. മുന്നോട്ടേക്കുള്ള യാത്ര ഇങ്ങനെ പുരോഗമിക്കുന്നു. അതിൽ നമ്മൾ കാണുന്ന വേറൊന്ന്, ഇതുപോലെ പല സ്ട്രക്ചറുകളും മറ്റതും ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എല്ലാം ന്യൂ ഇയറിൻ്റെയും ക്രിസ്മസിൻ്റെയും ഒക്കെ സെലിബ്രേഷന് വേണ്ടിയിട്ട് അവർ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. പല സ്ഥലത്തും റീഫ്രഷ്മെൻറ്റ്സിൻ്റെയും ഒക്കെ കടകളും കാണാം. ഒരു കൊട്ടാരത്തിൻ്റെ രീതിയിലാണ് ഇവർ ഈ സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു കൊട്ടാരം എന്ന രീതിയിൽ ഒരു കാഴ്ച കിട്ടാൻ വേണ്ടിയുള്ളൊരു സ്ഥാപനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇതാണ്, ഇവിടെ നിന്നാണ് കറക്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ കിട്ടുക. ആൾക്കാരെല്ലാം അതിൻ്റെ മുകളിൽ നിന്ന് ഫോട്ടോയും മറ്റും എടുക്കുന്നു. ഒരു പാലം, അത് നടപ്പാലം, അതിലൂടെ അങ്ങനെ നടക്കാം, ഫോട്ടോ എടുക്കാം. ഇതാണ് ഇവിടുത്തെ സിംഗപ്പൂരിലെ ഒരു ഏറ്റവും ആകർഷകമായൊരു കാഴ്ച. ആൾക്കാരധികം വരുന്നത് ഈ ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും എല്ലാം ഇതിൻ്റെ പിക്ചർ കണ്ട് ഇതിലൂടെ നടക്കാമെന്നുള്ളൊരു രീതി മനസ്സിൽ വെച്ചിട്ടാണ് അധികം പേരും ഇവിടെ വരുന്നത്. നല്ല രസമുള്ളൊരു കാഴ്ച തന്നെയാണ് അവിടെ വന്ന് നിൽക്കുമ്പോൾ. എങ്ങനെ നാട്ടുകാരെ ഇതിവിടേക്ക് ആകർഷിക്കാം, എങ്ങനെ മറ്റുള്ളവരെ കയ്യിൽ നിന്നും ഫോറിൻ ഫണ്ട്സ് ഇങ്ങോട്ട് മറിക്കാം എന്നുള്ളതെല്ലാം സിംഗപ്പൂർ ഗവൺമെൻറ് ശരിക്കും ഒരു ആകർഷണം എന്ന രീതിയിൽ ഇവിടെ പലതും ഉണ്ടാക്കി വെച്ച് ആൾക്കാരെ ക്ഷണിച്ചുകൊണ്ട് ഇവിടുത്തെ ഒരു ശരിക്കും സിംഗപ്പൂരിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഭാഗമായിട്ടും കൂടി ഇതിനെ നമുക്ക് കാണാൻ പറ്റും. കാരണം ഇവിടെ ഏറ്റവും അധികം വരുമാനം വേണ്ടത് ടൂറിസത്തിനാണ്. ഏറ്റവും അധികം വരുമാനം വരുന്നത് ടൂറിസത്തിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെ എല്ലാം ഉള്ളത്. അങ്ങനെ ഞാൻ കാഴ്ചകളെല്ലാം കണ്ട് ഇങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ ഇവിടെ ആൾക്കാർക്ക് വന്നിറങ്ങാനും പോകാനും വേണ്ടിയുള്ള ബസ് സ്റ്റോപ്പാണത്. പലരും അവിടെ കാത്തു നിൽക്കുന്നു. ചിലർ ജോഗിങ്ങിനായിട്ട് ഇവിടെ തിരഞ്ഞെടുക്കുന്നുണ്ട് സ്ഥലം. ഗാർഡൻ ബൈ ദ ബേ സൗത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ആൾക്കാരുടെ തിരക്കാണിത്. പലരും വന്ന് അതിന് മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ നടന്നു പോകുമ്പോൾ പല കാഴ്ചകളാണ് ഗാർഡൻ്റെ ആ ഒരു രീതി അടുത്തിലൂടെ എല്ലാം നടന്നു പോകുമ്പോൾ നമുക്ക് കാണുന്നത്. ചതുപ്പ് പോലെ ഒരു സ്ഥലമാണത്. എല്ലാം ഒരു രസം എന്ന രീതിയിൽ ആൾക്കാർക്കെല്ലാം അട്രാക്റ്റ് ചെയ്യാനും വരുന്നവർക്കൊക്കെ കാണാനും ഒക്കെ വേണ്ടിയിട്ട് ഒരുക്കി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. അവിടെ ചതുപ്പാണെങ്കിൽ അവിടെ അങ്ങനെ ഒരു നാറ്റമോ അല്ലെങ്കിൽ കൊതുകിൻ്റെ ശല്യമോ അതൊന്നുമില്ല. അത് വളരെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നു അതിൻ്റെ അർത്ഥം. ഇങ്ങനത്തെ ഓരോ സ്ട്രക്ചേഴ്സും നമുക്കിങ്ങനെ പോകുമ്പോൾ കാണാം, ആമയുടെയും മറ്റും. അങ്ങനെ ഇതൊരു ചെറിയൊരു സൊവനീർ ഷോപ്പാണ്.
ഗാർഡൻ ബൈ ദ ബേയിലുള്ള പല സാധനങ്ങളും എല്ലാം വാങ്ങാൻ പറ്റുന്ന ഒരു സുവനീർ ഷോപ്പ്. ഞാൻ ഇതിൻ്റെ എല്ലാം വീഡിയോ എടുത്തുകൊണ്ട് വീണ്ടും നടത്തം തുടർന്നു. അങ്ങനെ ഗാർഡൻ ബൈ ദ ബേയിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞാൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി വണ്ടിയിൽ യാത്ര ചെയ്യുകയാണ്. പുറമേയുള്ള കാഴ്ചകളും ഇതേപോലെ വലിയ വലിയ ബിൽഡിങ്ങും മറ്റുമാണ്. ഇവിടുത്തെ ഒരു രസകരമായ ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ നാട്ടിൽ നിന്ന് വിളിക്കുന്ന ടാക്സി പോലെയല്ല, അവിടെ ഒരു ടൈമിംഗ് ഉണ്ട്. രാവിലെ ഇന്ന ടൈമിന് ആൾ വന്ന് വിളിച്ച് കൊണ്ടുപോയി നമ്മളെ ഇറക്കി വിട്ടാൽ അവരൊരു സമയം പറയും, അത് കഴിഞ്ഞിട്ടേ അവർ ടാക്സി വരുള്ളൂ. അല്ലാതെ നമ്മളെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞ് നമ്മൾക്ക് ആ ടാക്സിയെ വിളിച്ച് അതിൽ നമുക്ക് ഹോട്ടലിലേക്കോ ഈ മറ്റു സ്ഥലങ്ങളിലേക്കോ പോകാൻ പറ്റില്ല. അവർ പറയുന്ന ടൈമിംഗ് ആണ് ടൈം. ഇപ്പോൾ കാണുന്ന കാഴ്ച ചൈനയുടെ ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഞാനവിടെ പോയപ്പോൾ ന്യൂ ഇയർ, അവരുടെ ന്യൂ ഇയർ, അതായത് നമുക്ക് കേരള പിറവി എന്ന് പറഞ്ഞ പോലെ ചൈനയുടെ ന്യൂ ഇയറിൻ്റെ ഒരു ടൈമായിരുന്നു. അതിൻ്റെ ഓരോ കാഴ്ചകളും മറ്റുമാണ്. അപ്പോൾ നമ്മൾ കയറിയിരിക്കുന്ന ഒരു മാളിലേക്കാണ്, വേറൊരു മാള്. രാത്രി ഭക്ഷണം വാങ്ങാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കയറിയിരിക്കുന്നത്. അത്യാവശ്യം വലിയ മാളാണ്. എല്ലാവരും അവിടെ ഇരുന്നും പല സ്ഥലത്ത് ഇരുന്നും ഭക്ഷണം കഴിച്ചും ഉല്ലസിച്ചുമെല്ലാം ആഘോഷിക്കുന്നു. ഇന്നത്തെ അവസാനത്തെ കാഴ്ചയാണ് ഈ മാളിലെ കാഴ്ച. ഇതോടുകൂടി ഇന്നത്തെ ദിവസത്തെ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. കഴിഞ്ഞു.